സോറി മൈ ഡിയർ സ്റ്റുഡൻസ്, ഇടയ്ക്ക് ഫോൺ കോളുകൾ വരുന്നു. അതുപോലെ ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഡിലേ ആകുന്നത്. നമുക്ക് പരമാവധി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ടൊക്കെ എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ക്ലാസ്സിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഓർമ്മയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. റിലാക്സ്ഡ് ആയിട്ട് തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് വരണം. വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി വരുന്ന സമയത്ത് ഏതായാലും ആളുകളെയൊന്നും കാണാൻ കഴിയില്ലെങ്കിലും എല്ലാവരും ഈ മാസ്ക് ഇട്ടത് കൊണ്ട് വരുന്ന സമയത്ത് മരങ്ങളോടും ചെടികളോടൊക്കെ ഒന്ന് വെറുതെ ചിരിച്ച് അതൊക്കെ നോക്കി. കാരണം ഈ ഹരിതഭംഗി നോക്കുന്നത് കണ്ണിന് നല്ല ശക്തി നൽകുമെന്നും കണ്ണിന് കുളിർമ നൽകുമെന്നാണ്. കണ്ണിന് കുളിർമ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയത്തിനും കുളിർമ ഉണ്ടാകും. ഹൃദയത്തിൽ കുളിർമ വരുമ്പോൾ അത് മനസ്സിന് കുളിർമ നൽകും. ഹൃദയവും മനസ്സും വേറെ വേറെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്നും അങ്ങനെയല്ല എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും മനസ്സിൽ നിന്നാണ് പിന്നെ നമ്മുടെ പഠന പ്രക്രിയയൊക്കെ. ബുദ്ധിയുടെ കേന്ദ്രം മനസ്സാണെന്നും ഹൃദയം എന്ന് പറയുന്നത് വികാരത്തിൻ്റെ കേന്ദ്രമാണെന്നൊക്കെയാണ് ചിലപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. ഏതായാലും രണ്ടും ഒന്നായാലും അല്ലെങ്കിലും നമ്മളെന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വരുമ്പോൾ ഈ ഹരിതഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ചെടികളോടും മരങ്ങളോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് ചെടികളോടും മരങ്ങളോടൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് അവരോട് കിന്നരിച്ച് അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ കണ്ണിലേക്ക് കുളിർമ വരുന്നു. കണ്ണിൽ നിന്ന് കുളിർമ വരുമ്പോൾ ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് മനസ്സിലേക്കും ആ കുളിർമ ആസ്വദിച്ച് ഉത്തരമെഴുതാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് നൽകും. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുക. ഐ എം ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു ക്യാൻ എൻജോയ് writing answers just like you did during the previous exams when you wrote the first paper and second paper. So the most important thing is just enjoy it. Enjoy writing answers. മഞ്ജുഷ ചോദിച്ച BRC എന്ന് പറയുന്നത് സാധാരണ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളാണ്. അഥവാ നമ്മുടെ SSA സർവശിക്ഷാ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. CRC അഥവാ ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ, BRC അഥവാ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ, DRC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെൻറ്റർ. അപ്പോൾ ഇതിൽ ഈ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ അത് വന്നിട്ടുള്ളത് ശരിക്കും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്നെ ബ്ലോക്കുകളായി തരംതിരിക്കും, ക്ലസ്റ്ററുകളായി തരംതിരിക്കും, ബ്ലോക്കുകളായി തരംതിരിക്കും, പിന്നെ അതുപോലെ തന്നെ ജില്ലകളായിട്ട് തരംതിരിക്കും. ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഒരു 10-20 സ്കൂളുകളെ ഒരു ക്ലസ്റ്ററായി തരംതിരിക്കും. ഈ ക്ലസ്റ്ററുകളെ തരംതിരിച്ചിട്ട് അവിടെയുള്ള അധ്യാപകർക്ക് ക്ലാസ് നൽകാൻ ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ് ആണ് വരിക. അവ പ്രത്യേകമായി പരിശീലനം ലഭിച്ച ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്. ഈ ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസിന് ക്ലാസ്സുകൾ നൽകുന്നത് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ് ആണ്. അഥവാ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിലുള്ള അധ്യാപകർ ആണ് നൽകുന്നത്. ഈ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസിന് ക്ലാസ് നൽകുന്നത് ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അഥവാ ഡാറ്റൊക്കെ അതിൻ്റെ ആ ഭാഗമായിട്ടൊക്കെ വരും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പം BRC എന്ന് പറഞ്ഞത് ഇത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നുള്ളത് നമുക്ക് അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ അത്തരം കുട്ടികളുള്ള സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിന് അവർക്ക് എങ്ങനെ ക്ലാസ് എടുക്കണം, അവർക്ക് മുന്നിൽ ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ നിർദ്ദേശങ്ങളും മറ്റും നൽകുന്ന സെൻറ്ററുകളാണ് എന്ത് BRC അഥവാ ബ്ലോക്ക്. ഉഷ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്ത ഒരു ചോദ്യമാണ് വാട്ട് ഈസ് സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ എല്ലാ വിഭാഗത്തിനും സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പുകളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിസിനസ്സിലാകുമ്പോൾ ഒരു പ്രത്യേകതരം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലുള്ള എക്സ്പേർട്ടുകളുടെ ഒരു ചെറിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതരം കസ്റ്റമേഴ്സിനെ എങ്ങനെ
ആകർഷിക്കാം എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജ്വല്ലറി ബിസിനസ് നടത്തുന്നു. അപ്പോൾ ഈ ജ്വല്ലറിയിൽ പിന്നെ സാധാരണ ഇടത്തരക്കാരെ ആയ ആളുകളെ എങ്ങനെ ആകർഷിക്കാം എന്ന ഒരു ചർച്ചയിൽ നിന്നും അവരെന്ത് ചെയ്യും, ഈ ഇടത്തരക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ് അവരെ ആകർഷിക്കാൻ കഴിയുന്നത് എന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഇടത്തരക്കാരെക്കുറിച്ച് അറിയുന്ന ആളുകൾ വേണം. അപ്പോൾ അതിൽ ആ ജ്വല്ലറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുന്നതിനേക്കാൾ നല്ലത് ചിലപ്പം ആ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന ഇടത്തരക്കാരുണ്ടാവും, അതുപോലെ തന്നെ ഇടത്തരക്കാരുടെ താല്പര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളുണ്ടാവും. അത്തരം ആളുകളെ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ ഇടത്തരക്കാരെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇടത്തരക്കാരുടെ താല്പര്യം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ചർച്ച ചെയ്യുമ്പോൾ വിഭിന്നശേഷിക്കാരായ കുട്ടികളെ കുറിച്ച് അറിയാത്ത ആൾക്കാരെ കൂട്ടി ചർച്ച ചെയ്യുന്നതിന് പകരം ആ വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവായിരിക്കും. അതിൽ തന്നെ മൊത്തത്തിൽ വിഭിന്നശേഷിക്കാരായ ആൾക്കാർ, അപ്പോൾ അതിൽ കണ്ണ് കാണാത്ത ആളുകളുണ്ടാവും, കേൾവിയില്ലാത്ത ആളുകളുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ ഓട്ടിസം ഉള്ളവരുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ ഈ പലതരത്തിലുള്ള സ്ലോ ലേണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരെക്കുറിച്ചും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയാണ്. ഞാനിങ്ങനെ ജനറലായിട്ട് പറയുന്നതല്ലാതെ അവരെ ഓരോരുത്തരെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ വിഭിന്നശേഷിയിൽപ്പെട്ട ഈ ഓട്ടിസം ബാധിച്ച ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ കരിക്കുലർ അഡോപ്റ്റേഷൻസാണ് നമ്മൾ നടത്തേണ്ടത്, അവർക്ക് വേണ്ടി കരിക്കുലം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു ജനറൽ കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ അതിലെന്തുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഓട്ടിസത്തെക്കുറിച്ച് അറിവുള്ള, ഓട്ടിസത്തിൻ്റെ കാരണം എന്തൊക്കെയാണ്, ഓട്ടിസം പിന്നെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയുന്ന പിന്നെ ഡോക്ടർമാർ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് റിസേർച്ച് നടത്തിയിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആളുകളെ ഉള്ള ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു കരിക്കുലം തയ്യാറാക്കണം. അത് കൂടുതൽ ഫലപ്രദമായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ചെറിയൊരു കമ്മിറ്റി, അതിനാണ് സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് പിന്നെ നിർവചിക്കുമ്പോൾ പ്രത്യേകതരം വിഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി നൽകപ്പെടേണ്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതി തയ്യാറാക്കൽ, ബോധന രീതികൾ സ്വീകരിക്കൽ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ എന്നിവയെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ആ പ്രശ്നത്തെക്കുറിച്ച് അവഗാഹമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സമിതിയാണ് നമ്മൾ സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് experts who knows each and everything about the problems faced by some differently abled child group to make a proposal for creating special strategies for such children. And this special focus group may be included doctors, researchers, some experienced teachers who have got better knowledge on such a special ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ കേൾവി ശക്തിയില്ലാത്ത കുട്ടികളുണ്ട്, കണ്ണ് കാണാത്ത കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പിന്നെ വിഷാദ രോഗമുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
നമുക്കെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം കേൾവി ശക്തി കുറഞ്ഞ കുട്ടികളുടെ കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ സ്ട്രാറ്റജി തീരുമാനിക്കണം എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിവുള്ള അധ്യാപകരും പിന്നെ അവിടെയുള്ള റിസോഴ്സ് ടീച്ചറും ഒക്കെ ചേർന്ന് നമുക്കെന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അവർ അത്തരം കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ അത് അറിയില്ലെങ്കിൽ തന്നെ അത്തരം ടീച്ചേഴ്സ്, ഈ ഗ്രൂപ്പിൽ വരുന്ന ടീച്ചേഴ്സ് കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആ രീതിയിൽ ഒരു പ്രത്യേകതരം പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അവർക്ക് ചെയ്തു എടുക്കേണ്ട പ്രത്യേകപരമായ കാര്യങ്ങൾ പിന്നെ പ്രാവർത്തികമാക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, അതാണ് എന്ത് സ്പെഷ്യൽ ഫോക്കസ് ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്ക് സ്കൂൾ ഷഹനാസും അതുപോലെ തന്നെ റംസീനയും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് ടേക്കൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സ്കീംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന ചോദ്യം. അതൊരു പാരഗ്രാഫ് ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നല്ലാതെ മിക്കവാറും ഇന്ത്യയിൽ നടത്തപ്പെടുന്നത് ഒന്നെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു രീതി ഇന്ത്യയിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് എന്നുകൊണ്ട് പലപ്പോഴും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് എന്ന് തന്നെയാണ്, ഈ കുട്ടികളെ മുഖ്യധാര വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചോദ്യം എസ്സേക്ക് വരികയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്കില്ലെങ്കിലും ഇൻക്ലൂസീവ് എന്ന വാക്ക് ഉപയോഗിച്ച് വിഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ആ ഉത്തരത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ 2 പദ്ധതികളാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതായി കാണുന്നത്. അതിൽ ഒന്ന് 1974 പ്രഖ്യാപിക്കപ്പെട്ട IEDC അഥവാ ദ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ സ്കീം എന്ന പദ്ധതിയാണ്. ഇത് 1974 ഇത് പ്രഖ്യാപിച്ചത് എന്ന് എൻ്റെ പുസ്തകത്തിൽ ഹിസ്റ്ററി ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നിടത്ത് ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് 1994 DPEP വന്നു, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം വന്നു. അപ്പോൾ 1998 ഇതിൻ്റെ ഭാഗമാക്കി IEDCയെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നിടത്ത് 1974 തുടങ്ങിയ IEDCയെ 1994 തുടങ്ങിയ DPEPയുടെ ഭാഗമായി 1998 മാറ്റി അതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഞാൻ 1998 IEDC തുടങ്ങിയത് എന്ന രീതിയിലാണ് അവിടെ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ അവിടെ ഞാനൊരു സെൻറ്റൻസ് The IEDC, which had already started in 1974, was integrated with DPEP in 1998 എന്ന് എഴുതേണ്ട സെൻറ്റൻസ് വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാനിവിടെ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ള പദ്ധതി 2 എണ്ണമാണ്. അതിലൊന്ന് IEDC ആണ്, അഥവാ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ സ്കീം. 1974 അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് 1994 DPEP വന്നപ്പോൾ ഈ IEDCയെ DPEPയുടെ ഭാഗമാക്കി 1998 ഗവൺമെൻറ് മാറ്റി. എന്നാൽ അപ്പോൾ അത് DPEP എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തേക്ക് മാത്രമാണല്ലോ. എന്നാൽ ഇതിൻ്റെ ഒരു സ്കീമിൻ്റെ ഫലം സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൂടി കിട്ടണമെന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഫലമായി 2009-10 കാലഘട്ടത്തിൽ IEDC എന്ന പേര് മാറ്റി IEDSS അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്ന പേരിലാക്കി സെക്കൻഡറി തല വിദ്യാർത്ഥികൾക്ക് കൂടി ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി.
അപ്പോൾ 1974 IEDC അഥവാ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന പേരിൽ തുടങ്ങി 1994 തുടങ്ങിയ DPEPയുടെ ഭാഗമാക്കി 1998 മാറ്റി 2009-10 കാലഘട്ടത്തിൽ സെക്കൻഡറി തല വിദ്യാർത്ഥികൾക്ക് കൂടി അതിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി IEDSS ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു പദ്ധതി. ഇവരുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ: ഒന്ന്, കുട്ടിക്കാലത്ത് തന്നെ പരിമിതികളുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി പരിശോധനകൾ നടത്തുക. അങ്ങനെ പരിശോധനകൾ നടത്തി കണ്ടെത്തിയ റിസൾട്ടിനനുസരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റും നൽകുക. അവർക്ക് പഠിക്കാനാവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അവർക്ക് വേണ്ടി പ്രത്യേകമായ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പ്രത്യേകമായി ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി പ്രത്യേകമായ സ്കോളർഷിപ്പുകൾ നൽകുക. പുസ്തകങ്ങളും യൂണിഫോമുകളും അതുപോലെ അവർക്ക് പഠിക്കാനാവശ്യമായ മറ്റ് ഉപകരണങ്ങളും ലഭ്യമാക്കുക. അവർക്ക് അസിസ്റ്റിംഗ് സ്റ്റാഫ് ആവശ്യമാണെങ്കിൽ, സഹായികൾ ആവശ്യമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കണ്ണ് കാണാത്ത ആളാണെങ്കിൽ കാര്യങ്ങൾ വായിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിന് ആവശ്യമാണെങ്കിൽ അത്തരമൊരു സ്റ്റാഫിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ സ്റ്റൈപ്പൻഡ് നൽകുക. ICTയുടെ ഉപയോഗം എങ്ങനെ ഫലപ്രദമായി അവർക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നൽകുക, സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ഇവർക്ക് വേണ്ട പ്രത്യേകമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയലുകൾ നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് IEDC എന്ന പേരിൽ തുടങ്ങി പിന്നീട് IEDSS എന്നായി മാറിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന വാക്കിനെ ഉപയോഗിച്ചിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി. മറ്റൊരു പദ്ധതി 1987 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് അഥവാ PIED, പ്രോജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് അഥവാ PIED. ഇത് 1987 പ്രഖ്യാപിക്കപ്പെട്ടുള്ളത്. ശരിക്കും 1986 വിഭിന്നശേഷിക്കാരായ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ്, ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1987 പ്രോജക്റ്റ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് അഥവാ എന്ന ഒരു പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഈ സാധാരണ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് കൊച്ചു കൊച്ചു വൈകല്യങ്ങളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക, പ്രത്യേകമായ ശ്രദ്ധ നൽകുക, അവരെ മറ്റു കുട്ടികളുമായി പരമാവധി മിങ്കിൾ ചെയ്യിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇത് കേന്ദ്ര ഗവൺമെൻറ് അഥവാ സെൻട്രൽ മിനിസ്ട്രി ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അഥവാ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയവും അതുപോലെ തന്നെ യൂണിസെഫ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സംഘടനയാണല്ലോ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സംഘടനയാണല്ലോ യൂണിസെഫുമായി കൂടിച്ചേർന്നിട്ടാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദ്ധതികൾ ഇതാണ്. അപ്പം പാരഗ്രാഫിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം എഴുതുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു പാരഗ്രാഫായി മാറും. എന്നാൽ ഒരു എസ്സേ വരുമ്പോൾ
ഇത് രണ്ടും മാത്രം പോരാ. അപ്പോൾ അവിടെ നിങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പറയാം. അവിടെ പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ ഓർ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അവിടെ എന്താണ് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആക്റ്റുകൾ, ആ ആക്റ്റുകൾ വേറെയും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ വേറെയുമാണ്. അപ്പോൾ അത് ആക്ട് ചോദിച്ചാൽ ആക്ട് മാത്രം പറഞ്ഞാൽ മതി, പദ്ധതി ചോദിച്ചാൽ പദ്ധതി മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ടുകളും ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ തെറാപ്പി എന്നൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും സൈക്കോ തെറാപ്പി എന്നുള്ളത് സ്പീച്ച് തെറാപ്പി എന്ന രീതിയിലും എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അഥവാ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന, മാനസികമായിട്ട് ചെറിയ ചെറിയ ഡിസോർഡറുകൾ വരുന്ന, അതുപോലെ തന്നെ നമ്മൾ മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദൈനംദിന ജീവിത കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, അതിനാണ് നമ്മൾ മെൻ്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിനെതിരായിട്ടൊരു കാര്യം. ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ഒരു തെറാപ്പിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് സൈക്കോ തെറാപ്പി. അപ്പോൾ സൈക്കോ തെറാപ്പി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ശാരീരിക പ്രശ്നങ്ങളുടെ പരിമിതികളുടെ കാരണത്താൽ മാനസികമായ സമ്മർദ്ദവും വിഷാദവും കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സില്ലായ്മയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരോട് മനഃശാസ്ത്രപരമായി സംസാരിക്കുന്നതിലൂടെ, അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതിലൂടെ അവരുടെ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവരെ സഹായിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റാണ് സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി. ഇതിൽ സൈക്കോ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ക്ലയൻറ്റും തമ്മിൽ വളരെ തുറന്ന ഒരു സംഭാഷണം നടക്കുന്നു. ആ സംഭാഷണത്തിനിടയിൽ സൈക്കോ തെറാപ്പിസ്റ്റ് പല ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾ അതൊരു കാഷ്വൽ ടോക്ക് പോലെ വളരെ ഇൻറ്റൻസീവായിട്ട് അഗാധ തലത്തിലുള്ളൊരു സംസാരമാണ്. ഹിപ്നോട്ടിസത്തിലേക്ക് അത് പോകില്ല, എന്നാലും ഈ ക്ലയൻറ്റിൻ്റെ അഥവാ ഈ ഒരു ചികിത്സ നൽകപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് മുഴുവനായി തന്നിലേക്ക് ആവാഹിച്ചെടുത്ത് പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതിലൂടെ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു രീതിയാണ് സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി. അപ്പോൾ സ്പീച്ച് എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സംസാരം, അതാണ് എന്ത് സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ എ ട്രീറ്റ്മെൻറ്റ് given for some people who have got some mental stress, tension, then lack of interest in doing some daily activities, so that to make them get rid of the problem through some intensive conversation between the psychologist. ദ സൈക്കോളജിസ്റ്റ് പേപ്പറിൽ 2 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന്. വാട്ട് ഈസ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ പേടിക്കേണ്ട. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ടേം മാത്രമാണ്. കാരണം സെഗ്രിഗേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐസൊലേഷൻ, മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യധാരാ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും മാറ്റി നിർത്തി അവർക്ക് വേണ്ടി പ്രത്യേക വിദ്യാഭ്യാസം തുടങ്ങുന്നതാണല്ലോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് തന്നെയാണ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ എന്താണ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കാതെ അവർക്ക് വേണ്ടി പ്രത്യേകമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തെ സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ ഈസ് ദ എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ഇൻ എക്സ്ക്ലൂസീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട് ഓഫ് ദ മെയിൻ സ്ട്രീം ചോദ്യമാണ്. Critically examine the approaches to inclusive education, then give a note on
ഇമ്പോർട്ടൻസ് ഓഫ് ദ റിസോഴ്സ് ടീച്ചർ ഇൻ എ നോർമൽ സ്കൂൾ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപനമാണ്. അപ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നേരത്തെ നമ്മൾ മോഡൽ ഓഫ് ഡിസബിലിറ്റി, അപ്രോച്ചസ് ടു ഡിസബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അതവിടെ എങ്ങനെയാണ് ഒരാൾക്കുണ്ടാകുന്ന പരിമിതിയെ നമ്മൾ കാണുന്നത്, അതെന്തുകൊണ്ടുണ്ടായതാണ് എന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് അപ്രോച്ചസ് ടു ഡിസബിലിറ്റി അല്ലെങ്കിൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി. ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പ്രത്യേകമായ രീതിയിൽ ചില ആളുകൾ സമീപിക്കുന്നുണ്ട്. അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എന്തുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഏത് രീതിയിൽ നൽകണം, അതെങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് അപ്രോച്ചസ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സമീപന രീതികൾ എന്ന് പറയുന്നത്. അപ്പം വ്യത്യസ്തമായ സമീപന രീതികൾ അവിടെ നിങ്ങൾക്ക് കാണാം. ഒന്ന് ഹ്യൂമൻ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് അഥവാ മനുഷ്യാവകാശ രീതിയിലുള്ള സമീപന രീതി. പിന്നൊന്ന് മൾട്ടി കൾച്ചറൽ അപ്രോച്ച്, സാംസ്കാരിക ബഹുസ്വരത സമീപനം. പിന്നൊന്ന് ഹോൾ സ്കൂൾ അപ്രോച്ച് അഥവാ ഹോൾ സ്കൂൾ അപ്രോച്ച് മീൻസ് മുഴുവൻ സ്കൂൾ അഥവാ വിദ്യാലയം മൊത്തത്തിൽ അഥവാ വിദ്യാലയത്തിലെ മൊത്തത്തിലുള്ള പഠന രീതി എന്ന ഒരു സമീപന രീതി. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്, അത് ഏകദേശം മൾട്ടി കൾച്ചറൽ അപ്രോച്ചിൻ്റെ ആ ഒരേ രീതി തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സമീപന രീതികളാണ് ഈ മൂന്നും. അഥവാ ഹ്യൂമൻ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്, മൾട്ടി കൾച്ചറൽ അപ്രോച്ച്, ദെൻ ഹോൾ സ്കൂൾ അപ്രോച്ച്. ഈ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് പറയുന്നത് നമ്മൾ ഈ വിഭിന്നശേഷിക്കാരായ ആളുകൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതൊരു പ്രഹസനമാക്കരുത്, അത് അവർക്ക് നൽകുന്ന ഒരു ആനുകൂല്യമായി കരുതരുത്, അത് അവരുടെ ഒരു മനുഷ്യാവകാശമായി കരുതണമെന്നാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണമെന്നാണ്. അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, ശാരീരികമായോ മാനസികമായോ പ്രശ്നം നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അതൊരു അവകാശമാണ്. അതുമാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് UNCRCയെ കുറിച്ചറിയാം, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ, അഥവാ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന തീരുമാനങ്ങളെടുത്ത ഒരു കൺവെൻഷനാണ്, ഒരു സംഘടനയാണ് UNCRC. ഈ UNCRCയുടെ ആർട്ടിക്കിൾ 23 പോലും കുട്ടികൾക്ക് അഥവാ വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റുള്ളവർക്ക് നൽകുന്നത് പോലെ തന്നെ അവരുടെ കൂടെ തന്നെ വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ അതൊരു ഔദാര്യമായിട്ട് നമ്മൾ നടപ്പിലാക്കരുത്, അത് അവരുടെ ഒരു അവകാശമാണ്, മറ്റുള്ളവർക്കുള്ളത് പോലുള്ള ഒരു അവകാശമാണ്, അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമയാണ് എന്ന രീതിയിൽ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണം എന്ന് പറയുന്ന സമീപന രീതിയാണ് ഹ്യൂമൻ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്. ഇനി മൾട്ടി കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ വ്യത്യസ്ത സാംസ്കാരിക വിഭാഗത്തിലുള്ള ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിലൂടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സമ്പ്രദായം പരിപൂർണമാകുന്നില്ല. മറിച്ച് വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതോടൊപ്പം പഠന രീതിയിലും ബോധന രീതികളിലും അതുപോലെ തന്നെ ബോധന പ്രക്രിയകളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും പാഠ്യപദ്ധതിയിൽ പോലും ഇങ്ങനെ സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന്. അപ്പം ആ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണം എന്ന് പറയുന്നൊരു സമീപന രീതിയാണ് മൾട്ടി കൾച്ചറൽ അപ്രോച്ച്. ഇപ്പോൾ ക്ലാസ് റൂമിൽ അധ്യാപകൻ കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി ഉപയോഗിക്കേണ്ടി വരും, എല്ലാ സംസ്കാരത്തെയും പരിഗണിക്കേണ്ടി വരും, സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തേണ്ടത് എന്ന് പറയുന്ന ഒരു സമീപന രീതിയാണ് മൾട്ടി കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു അപ്രോച്ച് ഹോൾ സ്കൂൾ അപ്രോച്ചാണ്.
അവിടെ പറയുന്നത് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നടപ്പിൽ വരുത്തുമ്പോൾ ഈ വിഭിന്നശേഷിക്കാരെ ആൾക്കാരെ കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തുക, എന്നിട്ട് കുറച്ച് ടീച്ചേഴ്സിന് അവരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അവരവർക്ക് ക്ലാസ്സിന് പുറത്ത് ക്ലാസ്സിൽ നിന്നും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഭിന്നശേഷിക്കാരെ മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാവരും, അല്ലെങ്കിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറണം. അഥവാ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, അതുപോലെ തന്നെ റിസോഴ്സ് ടീച്ചർ, പിന്നെ സാധാരണ അഥവാ നോർമലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ, പ്രശ്നങ്ങളുള്ള കുട്ടികൾ, പ്രശ്നങ്ങളില്ലാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ, പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സ്കൂൾ നിലനിൽക്കുന്ന ആ കമ്മ്യൂണിറ്റി, അങ്ങനെ മൊത്തത്തിൽ ഗവൺമെൻറ് അഥവാ വിദ്യാഭ്യാസ സമ്പ്രദായമായി പ്രവർത്തിക്കുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും, ഇപ്പോൾ എല്ലാ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പാരൻസും ഗവൺമെൻറ്റും അതോറിറ്റിയും ഹെഡ് മാസ്റ്ററും അഥവാ മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ടീം വർക്കിലൂടെയാണ് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തേണ്ടത്. അങ്ങനെ നടപ്പിൽ വരുത്തിയാൽ മാത്രമേ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം വിജയകരമായി മാറൂ എന്ന ഒരു സമീപന രീതിയാണ് ഹോൾ സ്കൂൾ അപ്രോച്ച്. പിന്നെ ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എല്ലാ സംസ്കാരങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, കുട്ടികൾ വരുന്ന സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, ഒരു പ്രത്യേക സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാതരം സമുദായങ്ങളുടെയും നേതാക്കന്മാരെയൊക്കെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അവർക്കും വേണ്ട പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തേണ്ടത് എന്ന് പറയുന്ന ഒരു സമീപന രീതിയാണ്, അപ്രോച്ചാണ് ഹോൾ കമ്മ്യൂണിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അപ്രോച്ചുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിലുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് റോൾ ഓഫ് ദ റിസോഴ്സ് ടീച്ചർ ഇൻ എ നോർമൽ സ്കൂൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്തൊക്കെയാണ് ഒരു റിസോഴ്സ് ടീച്ചർക്ക് ഒരു നോർമൽ സ്കൂളിൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് മോഡൽ എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ഡെഫിനിഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മേഖലയിൽ ഒരാൾക്ക് പ്രവർത്തിക്കുന്നതിൻ്റെ ക്ഷമത, അയാൾക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിസബിലിറ്റി നിർണ്ണയിക്കുന്നത്. അതായത് ഒരാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ജോലി നൽകണം, ഒരാളുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള ജോലി നൽകണം. ഒരു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഒരു കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് എത്രത്തോളം പഠിക്കാൻ സാധിക്കും, അതിനനുസരിച്ചിട്ട് വൈകല്യം നിർണ്ണയിക്കണം. അതുപോലെ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകണം. അത്തരത്തിൽ ഒരു കാര്യം കൂടെ ഈ ഫങ്ഷണൽ മോഡലിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മേഖലയിൽ അയാളുടെ പ്രവർത്തനക്ഷമത, അയാൾക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകല്യത്തെ നിർണ്ണയിക്കുന്നു. അങ്ങനെ അത് ശരിയാണോ എന്നറിയില്ല, അങ്ങനെ കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ശരിയാണെന്നറിയില്ല. താങ്കൾ ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം കൂടി ഫങ്ഷണൽ അപ്രോച്ചിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം നമ്മൾ ഫങ്ഷണൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഉള്ള ആളുകൾ, അതാണ് അവരുടെ പ്രശ്നമെന്നും, അങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ കുട്ടിക്കാലം മുതൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട്, അവർ പ്രവർത്തനരഹിതരായി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഡിസബിലിറ്റി പിന്നീട് പ്രശ്നമായി വരുന്നത് എന്നുമാണ് ഫങ്ഷണൽ അപ്രോച്ച് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇത്തരം ആളുകളെ അവർക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ മറ്റു പരിമിതികൾ കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന രീതിയിലാണല്ലോ താങ്കൾ ഇവിടെ ആ ഒരു വായിച്ച നോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും ഫങ്ഷണൽ അപ്രോച്ചിനെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന ഒരു പോയിന്റ്. ഇവിടെ ഒരു ചോദ്യപേപ്പറിൽ 2 മാർക്കിൻ്റെ ചോദ്യമാണ് വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ് മോഡൽ എന്നുള്ളത്.
അപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ് മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് അപ്രോച്ച് ടു ഡിസബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആളുകളുടെ ഡിസബിലിറ്റിയെ, പരിമിതിയെ വ്യത്യസ്ത തരം ആളുകൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ചിലർ അതിനെ മതപരമായി കാണും. അതിനാണ് നമ്മൾ റിലീജിയസ് മോഡൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അഥവാ ദൈവത്തിൻ്റെ ശാപം മൂലമാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ആ പരിമിതി വന്നത് എന്ന രീതിയിൽ അതിനെ കാണുന്നതാണ് എന്ത് റിലീജിയസ് അപ്രോച്ച്. ഫങ്ഷണൽ അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ബയോസെൻട്രിക് അപ്രോച്ച് പറഞ്ഞു. ബയോസെൻട്രിക് അപ്രോച്ച് തന്നെയാണ് മെഡിക്കൽ അപ്രോച്ച് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കാരണം ഇത്തരം ഡിസബിലിറ്റിയെ നമ്മൾ വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തങ്ങളിലൂടെ നോക്കിക്കാണണമെന്നും അവർക്ക് ആവശ്യമായ ചികിത്സ നൽകണമെന്നും പറയുന്ന കാഴ്ചപ്പാട് എന്ന രീതിയിൽ ബയോസെൻട്രിക് മോഡലിനെ നമുക്ക് മെഡിക്കൽ മോഡൽ എന്നും പറയാം. അതുപോലെ മറ്റൊരു മോഡലാണ് ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ എന്ന് പറയുന്നത്. അഥവാ ഇത്തരം പരിമിതികളുള്ള ആളുകളെ നമ്മൾ മനുഷ്യാവകാശത്തിൻ്റെ തലത്തിലൂടെ നോക്കിക്കാണണമെന്നും മറ്റുള്ളവർ അനുഭവിക്കുന്ന എല്ലാ അവസരങ്ങളും സ്വാതന്ത്ര്യവും അവരുടെ അവകാശമായി കരുതി അവർക്ക് വകവെച്ച് നൽകണമെന്നും പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ റൈറ്റ്സ് മോഡൽ ഓഫ് ഡിസബിലിറ്റി ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് the people who have got some disabilities should be viewed with the perspective of human rights, and they should be allowed to enjoy all the rights and freedom. സ്റ്റുഡൻസ്, നമുക്കിനി വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 12:23 ആയി. എനിക്കിന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ ചെയ്തതുപോലെ പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചില്ല, ചില പരിമിതികൾ കാരണം. ഇന്ന് ഞാൻ കോളേജിൽ ഇന്നലെ 7 മണിക്ക് എത്തിയിരുന്നു. ഇന്ന് ഞാൻ കോളേജിൽ എത്താൻ തന്നെ ഏകദേശം 8:30 കഴിഞ്ഞിരുന്നു. 8:30ക്ക് മുമ്പാണ് ഞാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി വളരെ അത്യാവശ്യമായ പഴയ ചോദ്യപേപ്പറിലുള്ള നിങ്ങൾക്ക് തീരെ വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്.